ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എനിക്കൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പെൺപിള്ളേർക്കൊക്കെ എസ്പെഷ്യലി ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ബുക്ക് സീരീസിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൈലൈറ്റ്. നിങ്ങൾ തമിഴിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴെങ്കിലും വന്നു പോയിട്ടുള്ളതായിരിക്കും ഈ രണ്ട് ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ബെല്ലയും എഡ്വേർഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിനിമയിലത്തെ ഫസ്റ്റ് പാർട്ടിൻ്റെ സ്റ്റോറിയാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബെല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവളുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡാണ്. അച്ഛൻ ഫോക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അമ്മ വേറൊരു സ്ഥലത്ത് ഫീൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബെല്ല, അമ്മ, രണ്ടാനച്ഛൻ, ഇവർ 3 പേരും തിരക്കിട്ടില്ലാണ്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചു പോരുകയായിരുന്നു. അപ്പോൾ ചില സിറ്റുവേഷൻസ് കാരണം ബെല്ലയ്ക്ക് ബെല്ലയുടെ അമ്മയുടെ അടുത്തു നിന്നും അച്ഛൻ്റെ അടുത്ത് വന്ന് നിൽക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ ബെല്ല കൊച്ചിലെയൊക്കെ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുമായിരുന്നു. വലുതായ പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി നിന്നിട്ടില്ല. അപ്പം അച്ഛനായിട്ട് മാനസികമായിട്ട് അടുപ്പില്ല, പിന്നെ ഭയങ്കര ഓക്വേർഡാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാലും അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ സ്വയം തീരുമാനമെടുത്തു, ഓക്കെ ഇനിയുള്ള ലൈഫ് അച്ഛൻ്റെ കൂടെ നിൽക്കാം. അങ്ങനെ അവൾ ഈ ഫോക്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ തന്നെ ഏറ്റവും മഴ പെയ്യുന്ന എപ്പോഴും ഗ്ലൂമി ആയിട്ട് നിൽക്കുന്ന ഫോക്സ് എന്നുള്ള സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ബെല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള, ഇൻട്രോവേർട്ടായിട്ടുള്ള, ബുക്ക് വായിക്കാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അവളോട് ഫോക്സിലെത്തി. അപ്പോൾ അച്ഛനായിട്ടുള്ള എല്ലാ ഇൻട്രാക്ഷൻസും ഭയങ്കര ഓക്വേർഡാണ്. അതിനുശേഷം അവളുടെ കളിക്കൂട്ടുകാരനായ ജേക്കബിനെ പരിചയപ്പെടണമൊക്കെ ഉണ്ട്. അപ്പോൾ അവളെ വലുതായി പിന്നെ ഇത്രയും വർഷത്തിന് ശേഷമാണ് ജേക്കബിനെ കാണുന്നത്. ജേക്കബിനെ ആയിട്ട് പരിചയപ്പെടുന്നു, ജേക്കബിൻ്റെ അച്ഛനായിട്ട് പരിചയപ്പെടുന്നു, അങ്ങനെ പോകുന്നു. പിന്നെ അവളെ സ്കൂളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഹൈസ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ എടുത്തു കൊടുത്തു. അപ്പോൾ ഓൾറെഡി ക്ലാസ് തുടങ്ങി പകുതിയായിട്ടാണ് ബെല്ല വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ബെല്ല മാത്രമാണ് പുതിയ ആൾ. അപ്പോൾ ഇവള് ചെല്ലുമ്പോൾ തൊട്ടേ ഒരു മ്യൂസിയത്തിനുള്ള ഒരു മൃഗത്തെ പോലെയാണ് അവരെല്ലാവരും ട്രീറ്റ് ചെയ്യണത്. എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്, അവളുടെ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ എന്താ പറയുക, അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് അടുത്ത് പെരുമാറാൻ നോക്കുന്നുണ്ട്. പക്ഷേ ബെല്ല ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഒഴിഞ്ഞു മാറാനാണ് നോക്കുന്നത്. അങ്ങനെ അവൾ ക്ലാസ്സിലെത്തി കഴിയുമ്പോൾ അവിടെയും കുറേ ഫ്രണ്ട്സിനെ പരിചയപ്പെടുന്നു. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു ലൈഫ്. അപ്പോഴാണ് കഫറ്റേരിയയിലെ ഉച്ചയ്ക്ക് ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ബോയിനെ ഇവൾ കാണും. അപ്പോൾ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരെയായിട്ടും. പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലോട്ട് ആർക്കും കയറാൻ പറ്റില്ല എന്ന് നമുക്ക് പുള്ളിനെ കണ്ടാൽ മനസ്സിലാവും. പുള്ളി ബെല്ലേനെ ശ്രദ്ധിക്കണമൊന്നുമില്ല. പക്ഷേ ബെല്ലയ്ക്ക് അറിയാം എന്തോ ഒരു അട്രാക്ഷൻ പുള്ളിയോട് ബെല്ലയ്ക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ചെന്നപ്പോൾ, ലഞ്ച് കഴിഞ്ഞ് ക്ലാസ്സിൽ ചെന്നപ്പോൾ ബെല്ലയുടെ ക്ലാസ്മേറ്റാണ് ഈ പുള്ളി, ബെല്ലയുടെ ബെഞ്ച് മീറ്റാണ് ഈ പുള്ളി. അപ്പോൾ ബെല്ല ചെല്ലുന്നു, സംസാരിക്കുക എന്നുള്ള പ്ലാനിലൊക്കെ ചെന്നിരിക്കുന്നു. പക്ഷെ പുള്ളിയാണെങ്കിൽ ബെല്ല അടുത്ത് വന്നതും മൂക്ക് പൊത്തിപ്പിടിച്ചിരിക്കുന്നതാണ്. ആ ബെല്ലയ്ക്ക് ഭയങ്കര കൺഫ്യൂസ്ഡായി. ബെല്ല, നീ അവളോ അല്ല എന്താ പറയുക പൊത്ത മണമുള്ളതുകൊണ്ടാണോ ഇവൻ ഇങ്ങനെ കാണിക്കണേന്നൊക്കെ വിചാരിച്ചു ഭയങ്കര കൺഫ്യൂസ്ഡായി. ബെല്ലടിച്ചതും പുള്ളി ഇറങ്ങിപ്പോയി. പിന്നെ പുള്ളീനെ ബെല്ല കാണുന്നത് കുറേ ദിവസത്തിന് ശേഷം. അപ്പോൾ ബെല്ലയ്ക്ക് ഭയങ്കര ഓക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ ഒരു മനുഷ്യൻ? പുള്ളി ഒന്നും സംസാരിച്ചില്ല, ഇവളെ കാരണം നോക്കി പേടിപ്പിച്ചിട്ട് പിന്നെ പോയി. അപ്പോൾ പുള്ളീനെ കാണാനുമില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ബെല്ല ഒന്ന് സമാധാനമായിട്ട് വരുമ്പോൾ പുള്ളി തിരിച്ചു വരും. പക്ഷെ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ പുള്ളി ഭയങ്കര പൊളൈറ്റായിട്ട് ഭയങ്കര ചിരിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ പുള്ളിയുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തണോ, അങ്ങനെ ഇവരെ കമ്പനിയോ. അത് കഴിഞ്ഞിട്ട് ക്ലാസ് വിട്ടിട്ട് ഇവള് വീട്ടിൽ പോകാൻ നിൽക്കുന്ന നേരത്താണ് ഈ സിനിമയിൽ തന്നെ വലിയൊരു സംഭവം നടക്കുന്നത്. പിന്നെ ക്ലാസ് വിട്ടു വീട്ടിൽ പോകാൻ അവളുടെ ട്രക്കിൻ്റെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ടൈമിൽ കൺട്രോള് വിട്ടിട്ട് ബ്രേക്ക് ചെയ്യാണ്ട് വരുന്ന ഒരു വണ്ടി ഇവളെ ഇടിക്കാൻ വരും. അപ്പോൾ ബെല്ല കാണുന്നുണ്ട് അവൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മറ്റേ അങ്ങേയറ്റത്താണ് എഡ്വേർഡ് നിൽക്കുന്നത്. പക്ഷേ ഈ വണ്ടി ഇടിക്കാൻ വന്നതും പുള്ളി എങ്ങനെയോ ബെല്ലയുടെ അടുത്തെത്തി ബെല്ലയെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്.
ബെല്ലായ ഒരു കയ്യിൽ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ആ വന്ന വണ്ടീനെ ഈ പുഴി പുഷ് ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാലേ, നമ്മളെ പോലെ ഒരു മനുഷ്യൻ പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു വണ്ടീനെ പുഷ് ചെയ്യുക. അപ്പം നമ്മൾ ആകെ ഷോക്കായിപ്പോയി. അപ്പോഴേക്കും ആൾക്കാർ ഓടിക്കൂടുമ്പോഴേക്കും ഇവൻ എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പോൾ തൊട്ട് ബെല്ലയ്ക്ക് മനസ്സിലായി, ഓക്കെ ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, ഭയങ്കര സ്ട്രേഞ്ചായിട്ട്, ഇവൻ മനുഷ്യനല്ല, അങ്ങനെ ഒരു തോട്ട് അവൾക്ക് വന്നു തുടങ്ങി. പിന്നെയും പല സിറ്റുവേഷൻസിലൂടെ അവർക്ക് മനസ്സിലാവാണ് എഡ്വേർഡിനും അവൻ്റെ ഫാമിലിക്കും സാധാരണ മനുഷ്യന്മാരെക്കാൾ സ്പീഡ്, ശക്തി, പിന്നെ അവരുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ അവരുടെ ബോഡിയൊക്കെ ഭയങ്കര കോൾഡാണ് എപ്പോഴും. അങ്ങനെയൊക്കെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ബെല്ലയ്ക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ബെല്ലയുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞില്ലേ, ചെറുപ്പത്തിലെ കൂട്ടുകാരൻ ജേക്കബ്, ആ പുള്ളിക്കും ഈ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പുള്ളിയുടെ അടുത്ത് ഇവളിങ്ങനെ സംസാരിക്കുമ്പോൾ ആ നാട്ടിലെ പണ്ടത്തെ ഒരു കഥയിൽ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ കോൾഡ് വൺസിനെ പറ്റി. അതാണ് ഈ എഡ്വേർഡും ഫാമിലിയിൽ. കോൾഡ് വൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ രക്ഷസ് എന്നൊക്കെ പറയില്ലേ, മനുഷ്യരുടെ രക്തം കുടിക്കുന്ന മറ്റു ജീവികൾ, അല്ലെങ്കിൽ മനുഷ്യരെ പോലെ തോന്നിക്കുന്ന മറ്റു ജീവികൾ, അതാണ് രക്തരക്ഷസ് അല്ലെങ്കിൽ വാമ്പയേഴ്സ്. അവരെ ഈ ജേക്കബും കൂട്ടരും പറയണതാണ് കോൾഡ് വൺസ്. അപ്പോൾ ബെല്ലയ്ക്ക് ഏതാണ്ട് ഉറപ്പായി, ഓക്കെ ഇവൻ മനുഷ്യനല്ല, ഇവൻ ഇങ്ങനെ ഒരു കോൾഡ് വണ്ണാണെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. അത് കഴിഞ്ഞ് ഇവൾ കുറേ റിസർച്ചൊക്കെ നടത്തി ഇവള് എഡ്വേർഡിനെ ഫേസ് ചെയ്യാൻ പോവാണ്. അവൾ പോയിട്ട് ചോദിക്കും ഇങ്ങനെ, നീ മനുഷ്യനല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ എഡ്വേർഡ് അത് അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്യും. എഡ്വേർഡ് പറയും, ഓക്കെ ഞാൻ മനുഷ്യനല്ല, ഞാൻ വാമ്പയറാണ്, പക്ഷെ ഞാൻ സാധാരണ മനുഷ്യന്മാരെ ഉപദ്രവിക്കാറില്ല. അവനെ അവൻ്റെ ഫാമിലിയും എപ്പോഴും മൃഗങ്ങളുടെ രക്തത്തിൽ കൂടിയാണ് സർവൈവ് ചെയ്യണേ, സാധാരണ മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ അവൻ്റെ താല്പര്യമില്ല. ഇങ്ങനെ ഇവർ ഓരോന്ന് സംസാരിച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയതും ഇവർ തമ്മിൽ ഇഷ്ടം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഒബ്സസീവ് ആയിട്ടുള്ള ഇഷ്ടമാണ് അവർക്ക് വന്നിട്ടുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്വേർഡിന് ഈ ഇഷ്ടത്തോടു കൂടെ ബെല്ലയുടെ ബ്ലഡിനോടൊരു ടെംപ്റ്റേഷൻ തോന്നുന്നുണ്ട്. അവനറിയാം അവനെ ഉപദ്രവിക്കില്ലാന്ന്, പക്ഷെ അവന് ഭയങ്കരമായിട്ട് ബെല്ലയുടെ ബ്ലഡിൻ്റെ മനസ്സിനോട് ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ തോന്നും. അങ്ങനെ ഇവരെങ്ങനെ റിലേഷനൊക്കെ മുന്നോട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് എഡ്വേർഡിൻ്റെ വീട്ടുകാരെ കാണിക്കാൻ കൊണ്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ അവരായിട്ടുള്ള ഇൻട്രാക്ഷൻസൊക്കെ കുറച്ച് നല്ല രസമാണ്. അത് കഴിഞ്ഞ് എഡ്വേർഡ് അവൻ്റെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലൈക്ക് ബെല്ലേനെ എടുത്തിട്ട് ഒരു മലയുടെ മുകളിൽ നിന്ന് ഓടിയിറങ്ങല്ലേ, ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോലെ, ഒരു ഭയങ്കര ഹൈറ്റുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ കയറി രണ്ടുപേരും സംസാരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇവരെ ഫാമിലി മൊത്തം ഒരു ബേസ്ബോൾ ഗെയിമിന് പോകുന്നത്. ബേസ്ബോൾ ഗെയിമിന് പോകുമ്പോഴാണ് ഈ സിനിമയിലത്തെ വില്ലന്മാർ, അതായത് വേറെ 3 വാമ്പയേഴ്സ് ആ വഴി വരിക. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരെ കൊന്ന് ചോര പിടിച്ച് ജീവിക്കുന്നവർ. അവർ വന്നതും അവർ ബെല്ലേനെ കാണുന്നു. അതിലെ മെയിൻ ക്യാരക്ടർ, അതായത് ജെയിംസ് എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറിനെ ബെല്ലേനെ കണ്ടതും അവളെ കൊല്ലണം, ചോര പിടിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് മനസ്സിൽ വെക്കുകയാണ്. പിന്നെയുള്ളത് ഫുൾ യുദ്ധം പോലെയാണ്. എഡ്വേർഡും ഫാമിലിയും അവളെ ഇവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു. ജെയിംസും കൂട്ടരും ഇവളെ കൊല്ലാൻ നോക്കുന്നു. ഇവർ പല രീതിയിലൊക്കെ നോക്കും. പക്ഷേ ജെയിംസ് ഇവളെ സീക്രട്ടായിട്ട് കോണ്ടാക്ട് ചെയ്യും ബെല്ലേനെ, എന്നിട്ട് പറയും ബെല്ലയുടെ അമ്മ അവൻ്റെ അടുത്തുണ്ട്, ഇപ്പം ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നില്ലെങ്കിൽ കൊല്ലുന്നു. അപ്പം ബെല്ല നിവർത്തിക്കേട് കൊണ്ട് അവരോട് ആരോടും പറയാണ്ട് ജെയിംസിൻ്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അവിടുത്തെ കഴിയുമ്പോഴാണ് മനസ്സിലാവുക ജെയിംസ് പറ്റിച്ചതായിരുന്നു. ഒരു ബാലറ്റ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അവർ മീറ്റ് ചെയ്യുക. അപ്പോൾ ജെയിംസ് പറ്റിച്ചതായിരുന്നു. ബെല്ലയുടെ അമ്മ ഒക്കെ സേഫാണ്. എന്നിട്ട് ജെയിംസ് കുറേ ഉപദ്രവിക്കാനൊക്കെ നോക്കും. പക്ഷെ അപ്പോഴേക്കും എഡ്വേർഡ് വന്നിട്ട് ബെല്ലേനെ രക്ഷിക്കും. എഡ്വേർഡിൻ്റെ ഫാമിലി വന്ന് ജെയിംസിനെ കൊല്ലുകയും ചെയ്യും. ഇതാണ് സിനിമ. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ ആയി ഇതൊക്കെ പറ്റിയ അപകടങ്ങളൊക്കെ റെഡിയായി കഴിയുമ്പോഴാണ് അവരുടെ സ്കൂളിലെ പ്രോമിൻ്റെ ടൈം ആവുന്നത്. പ്രോം എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എഡ്വേർഡും ബെല്ലയും കൂടെ പോകണു. എഡ്വേർഡും ബെല്ലയും കൂടെ പോയി കഴിയുമ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ ബെല്ല ഇങ്ങനെ പറയണുണ്ട് ബെല്ലയ്ക്ക് വാമ്പയർ ആവാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷെ എഡ്വേർഡ് അത് സമ്മതിക്കുന്നില്ല. അവളോട് ഒരു നോർമൽ ഹ്യൂമൻ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് എഡ്വേർഡ് നിർബന്ധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ജെയിംസിൻ്റെ ഗേൾ ഫ്രണ്ട് വിക്ടോറിയ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള മറ്റ് ഫേമസ് സിനിമകൾ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റി മലയാളത്തിൽ നിങ്ങൾക്കൊരു ചെറിയ ബ്രീഫ് ഐഡിയ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി ആ സിനിമ കാണാനോ അല്ലെങ്കിൽ ആ ബുക്കോ വായിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ ചെറിയൊരു ബ്രീഫ് ഐഡിയ തരാം.
ബുക്കുകളെ പറ്റിയും സിനിമകളെ പറ്റിയൊക്കെ. അപ്പം നിങ്ങളത് കേൾക്കുക, അതിനുശേഷം ആ സിനിമയൊക്കെ കാണുക, അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.